ഞാൻ പിന്നെ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് എത്ര ആക്കിയാലും മടുക്കാത്തൊരു കറിയാണ് ചിക്കൻ കറി. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നെയ്ച്ചോറിന് മുറിച്ച് വെച്ച ക്യാരറ്റാണ് അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഓറഞ്ച് കളറ്. അപ്പോൾ ഇത് നല്ലോണം വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 ഉള്ളി നേർങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 4 തക്കാളി ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 കിലോ ചിക്കൻ്റെ അളവിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ പൊടികൾ ആവശ്യമാണ്. നമുക്കിനി മസാലയിലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുറ്റത്ത് അടുപ്പത്ത് വെക്കാം. ഇനിയൊന്നുമില്ല, ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കഷ്ടപ്പെടാനൊന്നും മടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്തുനിന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിനെല്ലാം കൂടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോ.